അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമുക്ക് രാഷ്ട്രീയ ഭാവനകളിലേക്ക് വരാം. രാഷ്ട്രീയ ഭാവനകൾ ഇങ്ങനെ വിടർന്ന് വിലസുന്ന സമയമാണ്. നിയമസഭയ്ക്ക് വേണ്ടി കളം പിടിക്കാൻ വേണ്ടി ഇടതു മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും വലതു മുന്നണിയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മിഷൻ 110 അതാണ് LDF, മിഷൻ 100 അതാണ് UDF. അവിടെ പോലും ഒരു പടി കൂടി LDF പ്രചരണത്തിൽ മുന്നിലാകാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നിയമസഭ പിടിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ മുന്നണികൾ. 110 സീറ്റ് ലക്ഷ്യമിട്ട് ഭരണ തുടർച്ച ഉറപ്പിക്കാൻ LDF. പദ്ധതികൾ വിശദീകരിക്കാൻ നിർണായക LDF യോഗം നാളെ ചേരും. തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന സമരത്തോടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കും. ഫെബ്രുവരി പകുതിയോടെ സ്ഥാനാർത്ഥികളിൽ ധാരണയാകാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള CPI നേതൃയോഗത്തിനും ഇന്ന് തുടക്കമാകും. തദ്ദേശ ജയത്തിലെ ആത്മവിശ്വാസത്തിൽ 100 സീറ്റ് ലക്ഷ്യമിട്ട് UDF ക്യാമ്പും സജ്ജം. 34 A ക്ലാസ് മണ്ഡലങ്ങളാണ് BJPക്ക് മുന്നിലുള്ള കടമ്പ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞായറാഴ്ച കേരളത്തിലെത്തും. TV പ്രസാദ്, റോഷിപാൽ, അർജുൻ കല്യാൺ എന്നിവർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ കല്യാൺ, വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ചൂട് പിടിച്ച് തുടങ്ങാണ്. എന്നാൽ നമുക്ക് തുടങ്ങാല്ലേ എന്ന് പറയുന്ന മട്ടിലാണ് കാര്യങ്ങൾ. ഇന്നലെ മുഖ്യമന്ത്രി മന്ത്രിമാരുമായിട്ട് കൂടിയാലോചന നടത്തി. അതൊരു സ്പെഷ്യൽ ക്യാബിനറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതിൽ തന്നെ 110 മിഷൻ 110 എന്നാണ് മുഖ്യമന്ത്രി മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത്. സാധ്യമാണ്, ഭരണവിരുദ്ധ വികാരമില്ലെന്ന് കനകോലു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞതായി മനസ്സിലാക്കുന്നത്. 50 ദിവസത്തെ കർമ്മ പരിപാടി ആവിഷ്കരിച്ച് രംഗത്തിറങ്ങാൻ പോവുകയാണ് TV പ്രസാദ്. കാര്യങ്ങൾ ഉഷാറാക്കുകയാണ്. നാം തുടങ്ങുകയല്ലേ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ആഞ്ഞു പിടിച്ചാൽ ഇങ്ങ് പോരുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല. അതുകൊണ്ട് UDFനെ മറികടക്കാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ അവരുടെ ആത്മവിശ്വാസം കെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സമീപകാലത്തൊന്നും കേരളത്തിൽ കിട്ടാത്തൊരു സംഖ്യ കിട്ടുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. 110 എന്ന മാജിക് നമ്പറിലേക്ക് എത്തുമെന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നു. ആ ഒരു ആത്മവിശ്വാസം മന്ത്രിമാർക്ക് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രകടമായിട്ടുണ്ട് അരുൺ. മന്ത്രിമാർ അവരുടെ വകുപ്പുകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, അവർ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളെ കാണണം, മറ്റു വിഷയങ്ങൾ കൂടി സംസാരിക്കണമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വിവരം കൊടുത്തതായാണ് വിവരം. അതിന്റെ ഭാഗമായിട്ടൊക്കെ കൂടിയാണ് ഇന്നലെ സ്വർണ്ണക്കൊള്ളയിലൊക്കെ മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം ഉണ്ടായത്. സാധാരണ ഇത്തരം വിഷയങ്ങളിലൊന്നും മന്ത്രിമാർ മിണ്ടാറില്ല. അവരുടെ വകുപ്പിന്റെ കാര്യം പറയും പോകും എന്നതിലുപരിയായി ഇനി അങ്ങനെ പോരാ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന സ്പെഷ്യൽ ക്യാബിനറ്റ്, യഥാർത്ഥത്തിൽ അതൊരു സ്പെഷ്യൽ ക്യാബിനറ്റ് തന്നെയാണത്. ഏതാണ്ട് 2 മണിക്കൂറിലേറെ, ഏതാണ്ട് 3 മണിക്കൂറോളം സമയം നീണ്ടു നിന്ന ഒരു ക്യാബിനറ്റ്. എങ്ങനെയായിരിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നതിന്റെ ഏറ്റവും കൂലങ്കഷമായ ചർച്ച. ആ ചർച്ചയുടെ ഒടുവിലാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്കുണ്ടായതും ആ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർക്ക് കൊടുത്തതും. 110 സീറ്റ് കിട്ടും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ആ ഭരണവിരുദ്ധ വികാരം എന്ന് വെറുതെ പറയുന്നതല്ല എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. കൃത്യമായി അത് സംബന്ധിച്ചുള്ള വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ 110 സീറ്റ് എന്നുള്ളത് എളുപ്പമാണ്. അതിനുവേണ്ടിയുള്ള പണി തുടങ്ങാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. തയ്യാറാണ് അരുൺ. വലിയ ആവേശത്തിലാണ് LDF ക്യാമ്പ്. UDF ക്യാമ്പിന്റെ കാര്യം ഇപ്പോൾ റോഷി പറയും, BJPയുടേത് കല്യാണും പറയും. LDF ക്യാമ്പ് എന്തായാലും ഭരണം പിടിക്കാൻ ഊർജ്ജസ്വലമായി ഇറങ്ങിക്കഴിഞ്ഞു. ശബരിമല കൊള്ളയല്ല, എന്ത് വിവാദങ്ങൾ വന്നാലും അതിനെ മറികടക്കാനുള്ള ശേഷിയുണ്ട് എന്ന പ്രഖ്യാപിക്കൽ കൂടിയായി ഇന്നലത്തെ യോഗം വരും.